ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നോ അവതാറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബോൾട്ട് എന്ന ബ്രാൻഡിൻ്റെ ഒരു സ്മാർട്ട് വാച്ചാണ്. ഇതിൻ്റെ പേര് കോസ്മിക് കാർ എന്ന മോഡലാണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഒരാഴ്ച മുമ്പ് പർച്ചേസ് ചെയ്തതാണ്. ഇത് എനിക്ക് ഏകദേശം 1049 രൂപ, അത്രയും ഒരു കുറഞ്ഞ പ്രൈസിനാണ് ലഭിച്ചത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. നല്ലൊരു കോമ്പാക്റ്റ് ബോക്സാണ്, നല്ല പാക്കേജിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആപ്പ്, അതിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ എങ്ങനെ യൂസ് ചെയ്യാനുള്ള യൂസർ ഗൈഡ്. ഇത് എക്സ്ട്രാ ഒരു വാറൻറ്റിയാണ്, അതായത് 1 ഇയർ വാറൻറ്റി ഉണ്ട്. ഈ QR വെച്ച് നമ്മൾ സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു 3 മന്തും കൂടി നമുക്ക് വാറൻറ്റി കിട്ടുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇനിയിപ്പോൾ അതായത് 15 മാസം, ടോട്ടൽ 15 മാസം വാറൻറ്റി കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാച്ച്. ഓക്കെ, കൊള്ളാം. നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഇതിൽ കാണുന്നുണ്ട്. നല്ല സിലിക്കൺ സ്ട്രാപ്പ് കൊള്ളാം. അതായത് 22 mm വിട്ടുള്ള സ്ട്രാപ്പാണ്. ഇതതിൻ്റെ മുകളിലൊരു പ്രൊട്ടക്ഷൻ സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് മാറ്റി. ഇതുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രൊട്ടക്ഷൻ ഗ്ലാസ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ബാക്കിലാണെങ്കിൽ അതാ ഹാർട്ട് റേറ്റ് സെൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇതിലിപ്പോൾ മാക്സിമം എന്തൊക്കെ കാര്യങ്ങളുള്ളതെന്ന് വെച്ചാൽ ഹാർട്ട് റേറ്റ് ഉണ്ട്, SpO2, ഓക്സിജൻ സാച്ചുറേഷൻ, ബ്ലഡ് ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ഫീമെയിൽ മെൻസ്ട്രൽ, അതിൻ്റെ ഡീറ്റെയിൽസും കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കപ്പ് എന്ന് പറയുന്നത് ഒരു 10 ഡേയ്സൊക്കെ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ലൈറ്റ് മോഡ്, അതായത് ബാറ്ററി സേവിങ് മോഡിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 20 ഡേയ്സൊക്കെ ബാറ്ററി ബാക്കപ്പ് കിട്ടാൻ സാധ്യത ഇതിൻ്റെ കാണുന്നുണ്ട്. മെറ്റീരിയൽ വരുന്ന ABS പ്ലാസ്റ്റിക് കാണുന്നുണ്ട്. നല്ല ക്വാളിറ്റി, ഒരു പ്രീമിയം ക്വാളിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. ഇത് മെനു, ഇതിപ്പോൾ ഞാനിതിൽ ഇതിൻ്റെ വാച്ച് ഫേസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മെനു എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് മെനു വരുന്നത്. കണ്ടില്ലേ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വാച്ച്, ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ്. അതുപോലെ 150 വാച്ച് ഫേസസ് വരുന്നുണ്ട്. വെതർ, അതുപോലെ നമുക്ക് ക്യാമറ, മ്യൂസിക് പ്ലെയറൊക്കെ കൺട്രോൾ ചെയ്യാം. ബ്ലൂടൂത്ത് 5 വേർഷനാണ് ഇതിൽ വരുന്നത്. അതുപോലെ മുകളിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇൻ്റർഫേസൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണുന്നുണ്ട്. എനിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിന്, അതായത് 1049 റുപ്പീസിന് ഇത് വളരെ വേർത്താണ്. വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിപ്പോൾ ജസ്റ്റ് അത് സെൻസ് ചെയ്യണമാണ്, ഹാർട്ട് റേറ്റ് ഒക്കെ സെൻസ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഇതിന്. നമുക്ക് പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ചാർജിങ് കേബിളാണ്. ഇതുണ്ട്, ഈ ബാക്കിൽ മാഗ്നറ്റിക് ടൈപ്പാണ്. നമുക്കിതാ ഈ 2 പോർട്ട് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ചാർജിങ് ടൈം ഒരു ഏകദേശം ഫുൾ ചാർജ് ആവാൻ 2 hours ഇത് പറയുന്നത്. അതുപോലെ ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നി, കുഴപ്പമില്ല. എന്നാലും അത് ഡിസ്പ്ലേ ക്വാളിറ്റി, അതിൻ്റെ റെസൊല്യൂഷൻ പറഞ്ഞാൽ 240x240 ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഉണ്ട്. TFT ആണ്, അത് AMOLED അല്ല. അപ്പോൾ അതിൻ്റേതായൊരു വ്യത്യാസം കാണിക്കും. എന്നിരുന്നാലും ഈ പ്രൈസ് റേഞ്ചിൽ, അതായത് ഈ ഒരു റേഞ്ചിൽ ഇത് വർത്താണ്. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ആപ്പും കാര്യങ്ങളാണെങ്കിലും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് വെച്ച് നമുക്കിത് സിങ്ക് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ ഇവിടെ കണ്ട ക്വിക്ക് സെറ്റിങ്സും കാര്യങ്ങളും. ഇത് ഇവിടുന്ന് മുകളിൽ നിന്ന് അടിയിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്ലാഷ് മോഡുണ്ട്. അത് ജസ്റ്റ് ഒരു ചെറിയൊരു ഓപ്ഷൻ അത്രേ ഉള്ളൂ. പിന്നെ സെറ്റിങ്സ്, വൈബ്രേഷൻ മോഡ്, ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ ഞാൻ ഫുൾ ബ്രൈറ്റ്നസ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ഡേ ടൈമിലൊക്കെ നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഇതുപോലെ 150 വാച്ച് ഫേസ് ഉള്ളതുകൊണ്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഏത് വാച്ച് ഫേസ് വേണം നമുക്ക് നമ്മുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും
ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.